ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചില ആളുകളുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. എന്നാൽ ചില ആളുകളുടെ അടുക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവരുടെ അടുക്കൽ നിന്ന് ഓടിപ്പോയാൽ മതിയെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് കംപ്ലയിൻസിനെ കുറിച്ചാണ്, ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരിക്കലും മാജിക് ആയിട്ടുള്ള ഒരു എനർജി ഒന്നുമല്ല. അത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഹാബിറ്റ്സ് ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ക്വാളിറ്റിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുവാനുള്ള 5 ഹാബിറ്റ്സിനെ കുറിച്ചാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നന്ദിയോടുകൂടി ഒരു ദിവസം തുടങ്ങുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചും പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുമാണ് ഒരു ദിവസം തുടങ്ങാറുള്ളത്. എന്നാൽ അതൊന്ന് നമ്മൾ മാറ്റിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മുതൽ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അല്ലേ? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഒരു 5 കാര്യങ്ങൾക്കെങ്കിലും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിവസം തുടങ്ങുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു 10, 20, 21 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. നമ്മുടെ വൈബ്രേഷൻ ഉയരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഉയരുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ കഴിയും. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ്. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ പത്രത്തിലുള്ള വായന, അല്ലെ, നെഗറ്റീവായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഗോസിപ്പ്, ഇതുമായിട്ടായിരിക്കും നമ്മുടെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ആകട്ടെ അല്ലെങ്കിൽ ഗോസിപ്പുകളാകട്ടെ, അതിങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ മൈൻഡിൻ്റെ ക്വാളിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മോട്ടിവേഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഒരു ദിവസം നമ്മൾ തുടങ്ങുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അത് നമ്മളുടെ ഈ ഫ്രീക്വൻസി ഉയർത്തുവാനുള്ള ഒരു ഹാബിറ്റാണ്. മൂന്നാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് സ്പീക്ക് പോസിറ്റീവ് വേർഡ്സ്. അതായത് നമ്മൾ പലപ്പോഴും ഈ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാറുള്ളത്. അതിന് മറ്റുള്ളവരോട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇനി മുതൽ ഒരു കാര്യം ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഏതൊരു കാര്യത്തെയും കാണാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരില്ല എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു, അതാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശം. ഇനി ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ എന്നെക്കൊണ്ട് ഇതിന് കഴിയും, ഞാനിതിൽ വിജയിക്കും എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയുവാൻ കഴിയണം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുവാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനും ഇനി മുതലൊന്ന് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുന്ന ഒരു ഹാബിറ്റാണ്. നാലാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മുടെ ഉയർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഏതെങ്കിലും ആക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. അതായത് പുതിയൊരു സ്കില്ല് നമ്മൾ പഠിക്കുന്നതാകാം, അതല്ല എങ്കിൽ നല്ല നല്ല ശീലങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുന്നതാകാം. ഇതൊക്കെ നമ്മുടെ ഉയർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലത്തേതിനേക്കാൾ എത്രത്തോളം എനിക്ക് ഇന്ന് ബെറ്റർ ആകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇന്നത്തേതിനേക്കാൾ എത്രത്തോളം എനിക്ക് നാളെ ബെറ്റർ ആകണം. ഇതാണ് നമ്മുടെ ഈ ഡെയിലി പ്രോഗ്രസിങ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഉയരുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ നമ്മളോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കുക. എൻഡ് ദ ഡേ വിത്ത് റിഫ്ലക്ഷൻ. അതായത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? രണ്ടാമത്തെ ചോദ്യം: ഇന്ന് ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തതെന്താണ്? മൂന്നാമത്തെ ചോദ്യം: നാളെ ഞാൻ എങ്ങനെ എന്നെ കൂടുതൽ മെച്ചപ്പെടുത്തും? ഈ 3 ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുക, പറ്റുമെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. തീർച്ചയായിട്ടും അത് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തുന്ന ഒരു ഹാബിറ്റാണ്. ഈ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് വരുന്ന സമയത്തും അതിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാതെ നമ്മുടെ പർപ്പസിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നതാണ്, അല്ലെങ്കിൽ ആ വിജയത്തിൻ്റെതായിട്ടുള്ള ട്രാക്കിലേക്ക് നമ്മൾ തിരിച്ചെത്തുക എന്നുള്ളതാണ് ഹൈ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും നമ്മുടെ ഹാബിറ്റ്സ് ഉയരുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഉയരും. നമ്മുടെ ഫ്രീക്വൻസി ഉയരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 5 ഹാബിറ്റ്സിലൂടെ നമ്മുടെ ഫ്രീക്വൻസിയെ നമുക്ക് ഉയർത്താം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സെൽഫ് മാസ്റ്ററി കോച്ചിങ്ങിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്.